എടി മനുഷ്യൻ്റെ ആ മാസമൊക്കെ നിന്റെ മകനെ ഞാൻ കൊല്ലും. അത് സീൻ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ? എല്ലാവരും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാനിപ്പോൾ ടി വി മാത്രം കണ്ടിട്ടുള്ളൂ. സോ അത് കഴിഞ്ഞ് നമ്മുടെ തിയേറ്ററിൽ ഒന്ന് കാണുമ്പോൾ ആദ്യം വരുമ്പോൾ എന്താ പറയുക, ഒരു ലാൽട്ടൻ്റെ എപ്പോഴും അഴിഞ്ഞാട്ടം പടം എന്ന് പറയാൻ ഹലോ ഈ പറഞ്ഞ പോലെ ചോട്ടാകുമ്പോൾ അതിനകത്ത് ലാൽട്ടൻ്റെ അഴിഞ്ഞാട്ടം, പിന്നെ ഐക്കോണിക് കോമഡി ഡയലോഗ്സ്, നമ്മൾ ആഘോഷ പാട്ടുകൾ, അത് തിയേറ്ററിൽ വന്ന് എൻജോയ് നടക്കുമ്പോൾ മണിച്ചേട്ടൻ്റെ മാസ് വില്ലൻസം, മണിച്ചേട്ടൻ്റെ കയ്യടിയിലായിരുന്നു. എല്ലാവരും വരുമ്പോൾ കയ്യടി, ആ തമാശയ്ക്ക് കയ്യടി, ജഗതി ചേട്ടൻ, പാമ്പ്, എന്താ പറയുക, ഔട്ട് ആൻഡ് ഔട്ട് എൻ്റർടൈൻമെൻറ്റ്. ഇഷ്ടംപോലെ നമ്മൾ ഇഷ്ടപ്പെട്ട പാട്ടുകൾ, ഏത് ന്യൂ ഇയർ വന്നാലും ഏത് കൊച്ചിക്കാരാണെങ്കിലും ആ പാട്ട് പാടാതിരിക്കുന്നത്, ആ പാട്ട് കേട്ട് കഴിയുമ്പോൾ അത് നല്ല അറ്റ്മോസ്ഫിയറിൽ സൂപ്പറായിരുന്നു. എന്താ പറയുക, തുടരെ കഴിഞ്ഞ് എമ്പുരാൻ കഴിഞ്ഞ് ലാലട്ടൻ്റെ ഒരു റിലാക്സേഷൻ, ലാലട്ടൻ ഡാൻസിന് വേണ്ടിയുള്ളത്. എന്തായാലും തിയേറ്ററിൽ വന്ന് കാത്തിർക്ക് എന്നെപ്പോലുള്ളവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്ക് തിയേറ്ററിൽ കാണുമ്പോൾ നല്ല അടിപൊളിയാണ്, അടിപൊളിയായിരുന്നു, എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. ഇല്ല, ഒന്നുമില്ലല്ലോ, എല്ലാ സീസണും ഉണ്ടായിരുന്നു. ആൻഡ് എന്താ പറയുക, ആഘോഷമായിരുന്നു. റീമാസ്റ്റർ ചെയ്തിട്ടുള്ള തന്നെ കാണാൻ നോക്കുക. സൗണ്ട് അത്യാവശ്യം നല്ല സൗണ്ടായിരുന്നു. സോ ഈ 7.1 കണ്ടു കഴിയുമ്പോൾ നമ്മൾ മോസ്റ്റ്ലി ഇറക്കിയിരിക്കുന്നത് അത് കാണാൻ വേണ്ടി തന്നെയാണല്ലോ. സോ അത് മാക്സിമം യൂസ് ചെയ്യുക, നല്ല തിയേറ്റർ ചൂസ് ചെയ്യുക. തിയേറ്റർ ഹൗസ്ഫുൾ അല്ലേ? ആദ്യം ഹൗസ്ഫുള്ള് ഒരു ഫസ്റ്റ് ഷോ കണ്ട ഒരു ഫീല്, ലാൽട്ടൻ്റെ ഇൻട്രൊഡക്ഷൻ, ലാൽട്ടൻ്റെ പാട്ട്, മണിച്ചേട്ടൻ്റെ ഇൻട്രോ എങ്ങനെയുണ്ടാവും? മനുഷ്യൻ്റെ ഇൻട്രോ എടി മനുഷ്യൻ്റെ ആ മാസമൊക്കെ നിന്റെ മകനെ ഞാൻ കൊല്ലും. അത് സീൻ നമ്മൾ അന്ന് ഷിപ്പ് നോക്കുമ്പോൾ അവരുടെ അഭിനയം എത്രത്തോളം സെറ്റിലായിരുന്നു, എത്രത്തോളം എന്താ പറയുക, എന്നെ ഫട്ടായിരുന്നു. സൂപ്പർ എന്ന് പറയില്ല. അന്ന് മെയിനായിട്ടുള്ള ഡബ്ല്യു ഇപ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റി. അടിപൊളി ആദ്യമായിട്ടാണ് തിയേറ്ററിൽ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ ഇപ്പോൾ ഇവിടെ തന്നെ അടിപൊളി ഗംഭീരം. തിയേറ്റർ എക്സ്പീരിയൻസ് ആണല്ലോ, മസ്റ്റ് വാച്ചാണ്. കാര്യം പഴയ സിസ്റ്റം, ആ ഒരു പണ്ടത്തെ സിനിമയിൽ കാണുന്ന, ടി വിയിലും പിന്നെ സ്ക്രീനിൽ കാണുന്നേക്കാൾ സൗണ്ട് സിസ്റ്റം ഒക്കെ നമുക്ക് കൂടുതൽ മനസ്സിലാവുന്ന ഈ ഇതുപോലെ തിയേറ്ററിൽ വന്ന് കാണുന്നത്. അതിൻ്റെ ഒരു എഫക്റ്റ് വേറെ തന്നെ. ഗംഭീരം എക്സ്പീരിയൻസ് അടിപൊളിയാണ്. അവിടെ കൊടൂര വില്ലനെയൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ? ചാലക്കുടി